ഹലോ എവ്രി വൺ. അങ്ങനെ ഇന്ന് നമ്മുടെ പാൻവി ക്രോണിക്കിൾസിൻ്റെ ഫസ്റ്റ് വ്ളോഗ് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഇറ്റ്സ് എ വ്ളോഗ് അബൌട്ട് ഗോകർണ. ഞങ്ങൾ ഒരുപാട് ദിവസങ്ങളായി പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു ഗോകർണ. മാരേജ് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു ലോങ് ട്രിപ്പും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഈ ഒരു ട്രിപ്പിൽ ഞങ്ങൾക്ക് ഒരുപാട് ബ്യൂട്ടിഫുൾ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. വി വിസിറ്റഡ് ഓൾമോസ്റ്റ് 8 to 9 പ്ലേസസ് വിത്തിൻ 3 days. ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേക വൈബായിരുന്നു. വൈബ് മാത്രമല്ല, ഓരോ പ്ലേസിനും പറയാൻ ഓരോ സ്റ്റോറീസും ഉണ്ടായിരുന്നു. We had visited almost 4 beaches: Om Beach, Kudle Beach, Gokarna Beach and Blue Flag Beach. ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ബ്ലൂ ഫ്ലാഗ് ബീച്ച്. ഇന്ത്യയിൽ തന്നെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ കിട്ടിയ ബീച്ചസിൽ ഒന്നാണിത്. ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ എന്നത് ഒരു ഇന്റർനാഷണൽ എക്കോ ലേബിളാണ്. ഫോർ ഇറ്റ്സ് ക്ലെൻലിനെസ്, വാട്ടർ ക്വാളിറ്റി, സേഫ്റ്റി, ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ഫെസിലിറ്റീസ്, ഇതെല്ലാം നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ബീച്ചസിനാണ് ഈ ഒരു റെക്കഗ്നിഷൻ കിട്ടുന്നത്. ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാനുള്ള കുറേ വാട്ടർ ആക്ടിവിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ യാന കേവ്സ് ആയിരുന്നു. ആ ജയന്റ് ആയിട്ടുള്ള ബ്ലാക്ക് റോക്സ് നേരിൽ കാണുമ്പോൾ തന്നെ നമ്മൾ നോക്കി നിന്നു പോകും. നേച്ചറിന് ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് വരെ തോന്നിപ്പോകും. അത്രയും യുണീക്ക് ആയൊരു പ്ലേസ് ആണിത്. ഈ റോക്സിന് പിന്നിൽ ഒരു ഇൻട്രസ്റ്റിംഗ് മിത്തോളജിക്കൽ സ്റ്റോറി ഉണ്ട്. ട്രക്കിംഗ് ഇഷ്ടമുള്ളവർക്കും നേച്ചർ എൻജോയ് ചെയ്യുന്നവർക്കും ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് യാന കേവ്സ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യണം. ഇതിനുശേഷം ഹിഡൻ സ്പോട്ടായ വിഭൂതി വാട്ടർഫോൾസ്, മഹാബലേശ്വർ ടെമ്പിൾ, മുരുഡേശ്വർ ടെമ്പിൾ, കർണാടകയിലെ തന്നെ ഹിസ്റ്ററിക് ഫോർട്ട്സിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിർജാൻ ഫോർട്ട് കൂടെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിരുന്നു. തീർന്നില്ല, ഇനിയുണ്ട്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സ്പോട്ട്, ഹോനാവർ. ഒരു ബ്യൂട്ടിഫുൾ കോസ്റ്റൽ പാരഡൈസ് എന്ന് തന്നെ പറയാം. റിവറും സീയും മീറ്റ് ചെയ്യുന്ന ഒരു കിടിലൻ വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. നല്ല ബോട്ടിങ്ങും സൺസെറ്റ് വ്യൂസും ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് കോസ്റ്റൽ ഡെസ്റ്റിനേഷൻ. നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ കിടിലൻ സ്പോട്ട്സും ഇവിടെ ഉണ്ട് കേട്ടോ. മൈൻഡ് ആൻഡ് ബോഡി ഫുള്ളി റിലാക്സ് ചെയ്യാൻ പറ്റുന്ന, ടെൻഷൻ ഫ്രീ ആയ, നല്ല പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു ലൊക്കേഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ വേറെ എവിടെയും പോകേണ്ട, ഗോകർണ ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഫാമിലിയായും ഫ്രണ്ട്സായും വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരുപാട് പ്ലേസസ് ഇനിയും ഉണ്ട് ഗോകർണയിൽ. ഗോവ പോലെ റഷ് അല്ലാത്തതുകൊണ്ട് ഓരോ മൊമെന്റ്സും റിലാക്സ്ഡ് ആയി എൻജോയ് ചെയ്യാൻ പറ്റും. ബഡ്ജറ്റ് ട്രാവലേഴ്സിന്റെ ഏറ്റവും ഫേവറേറ്റ് ഡെസ്റ്റിനേഷനിൽ ഒന്നാണ് ഗോകർണ. എവറി ബീച്ച് ഇൻ ഗോകർണ ഹാസ് ഇറ്റ്സ് ഓൺ പേഴ്സണാലിറ്റി. എല്ലാ സ്ഥലങ്ങളിലും അടുത്തടുത്തായതുകൊണ്ട് 3 days ഞങ്ങൾക്ക് ഇത്രയും സ്ഥലങ്ങൾ കവറപ്പ് ചെയ്യാൻ പറ്റി. എല്ലാം കൊണ്ടും ഈ യാത്ര നെക്സ്റ്റ് ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ഞങ്ങൾ വ്ളോഗായിട്ട് ഇടാൻ എടുത്ത വീഡിയോ ക്ലിപ്പിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. സോ നെക്സ്റ്റ് വീഡിയോയിൽ അതെല്ലാം ശരിയാക്കുന്നതായിരിക്കും. ഈ ഒരു പാക്കേജിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ DM ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യുക. ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് ഒരു കിടിലൻ വ്ളോഗുമായി വരാം. Until then, it's me Panchami Vibin signing off from Panvi Chronicles.